ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നേഴ്സസ് റിലേറ്റഡ് ഒന്നും അല്ലാത്ത വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ നമുക്ക് ഐലൻഡിൽ എങ്ങനെയാണ് ഫിഷിനെ വാങ്ങുന്നത്, അതായത് എൻ്റെ ഐലൻഡിലുള്ള ആൾക്കാർ തന്നെ ഫിഷിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക, എന്തിലാണ് അവർ ഫിഷിങ്ങിന് പോകുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്നാലും ഞാനാണെങ്കിൽ ഇന്ന് ചെറിയൊരു ഈവനിങ് ബുക്കിനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഫിഷിങ്ങിന് പോയിട്ട് അവർ വരുന്ന കണ്ടു. നമുക്ക് എനിവേ ഫിഷ് വാങ്ങണമായിരുന്നു, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിഷ് എന്തെങ്കിലും ആണ്. പക്ഷെ അത് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ആൾക്കാരും പിടിക്കുന്നത് ട്യൂണ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരെ ട്യൂണ പുഴുങ്ങിയും എന്തിട്ടാലും ഇവർക്ക് ട്യൂണയാണ്. പുഴുങ്ങി തിന്നുന്നു, മാഗിക്കകത്തിടുന്നു, റൈസിൻ്റെ അകത്തിടുന്നു, എല്ലാത്തിലും ഇവർക്ക് ട്യൂണയാണ് മെയിൻ. അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതലും പേരും ട്യൂണ തന്നെയാണ് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ അവർ പിടിക്കാൻ പോകുന്ന ഒരു സഞ്ചാര വാഹനം അതാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഡിങ്കി എന്ന് പറയും കേട്ടോ. അതിനുള്ളിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ആ സ്പേസിനുള്ളിലാണ് ഇവർ ഫിഷിനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് ഇടുന്നത്. എന്നിട്ട് അവരത് നേരെ ഐലൻഡിൽ കൊണ്ടുവരും. ഇതിനൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാണല്ലോ, നമുക്ക് വീട്ടുകാരൊക്കെ പോയിട്ട് വരുമ്പം കുറച്ച് അവരവരുടേതായ ആവശ്യങ്ങൾക്ക് മാത്രം പിടിച്ചിട്ട് വരും. അന്നേരം നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. സെയിം പോലെ തന്നെ ഇവർ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫാമിലി ആയിട്ടോ പോയിട്ട് അവരൊരു ബൾക്കായിട്ട് പിടിച്ചിട്ട് വരും. ഇപ്പം നിങ്ങളീ കാണുന്ന പോലെ. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഇത് ഇവർ സെയിലിനാണ് കൊണ്ടുവരുന്നത്. ഇനി ഇതിൻ്റെ അകത്തുനിന്നും ഫ്രീ ആയിട്ട് തരുന്നവരും ഉണ്ട് കേട്ടോ. കാര്യം അവർക്ക് ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇവർ തരുമ്പം പെർ kgക്ക് ഒരു 15 റുപ്പിയ അല്ലെങ്കിൽ 20 റുപ്പിയ അങ്ങനെയാണ് നമുക്ക് തരുന്നത്. ഇപ്പം നമുക്ക് 20 റുപ്പിയ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 100 രൂപ. നമ്മുടെ നാട്ടിലൊക്കെ എത്ര രൂപയാണല്ലേ ചൂരമീനൊക്കെ. എനിവേ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള മീൻ അവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇവരൊരു 16 kg വരെ വരുന്ന ഫിഷിനെയൊക്കെ കൊണ്ടുവരുവേ. അപ്പം അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഫിഷ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് അവർ തൂക്കമൊക്കെ, അവർക്ക് വെയിൻ മെഷീനൊക്കെ ഉണ്ട്, അതിനകത്ത് തൂക്കം നോക്കി നമ്മളോട് റേറ്റൊക്കെ പറയും. അത് പേ ചെയ്യുക, നമുക്ക് മീനിനെ കൊണ്ട് വീട്ടിൽ പോരാം. അപ്പം ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് ഐലൻഡിൽ ഫിഷ് കിട്ടണത്. അങ്ങനെ ഇന്ന് ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം കാം ആൻഡ് ക്വയറ്റായിട്ട് കിടക്കുന്ന ഒരു ക്ലൈമറ്റാണിന്ന്. വളരെ ശാന്തമായി കിടക്കുന്ന കടലും എല്ലാം കൊണ്ടും ഒരു ഒരു ശാന്തതയാണ്. ഇത്രയും നാളും ഭയങ്കര കാറ്റും ബഹളവും ഒക്കെയായിരുന്നു. സീയൊക്കെ ഭയങ്കര റഫായിരുന്നു. ഇവിടെയൊന്നും കാണത്തേ ഉണ്ടായില്ല. അതുപോലെ ഇങ്ങനെ പതഞ്ഞ് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കുട്ടി ഫിഷുകളൊക്കെ ഇതിൻ്റെ താഴത്തോടെ പോകുന്നുണ്ട്. വീഡിയോയിൽ വലിയ ക്ലിയർ അല്ല, എന്നാലും നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാമായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് ഭംഗിയുള്ള മീനുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയും ശാന്തമായി കിടക്കുന്ന കടലിനെ കാണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.